വചനമൊഴി സെപ്റ്റംബർ 17. വചനഭാഗം 1 തെസ്സലോനി 4:13-18, മത്തായിയുടെ സുവിശേഷം 24:29-36. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പീഡനത്തിനു ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ അതിന്റെ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും സർവമഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടെ അവൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ ഒരു ഉപമ പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാകുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ നിങ്ങളും ഇവയെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യുഗാന്ത്യത്തെക്കുറിച്ചും അന്തിമ വിധിയെക്കുറിച്ചുമൊക്കെ ധ്യാനിക്കുന്ന ഏലിയ ശ്രീവാമൂശക്കാലത്ത് ഇന്നത്തെ തിരുവചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യുഗാന്ത്യത്തെക്കുറിച്ച് തന്നെയാണ്. ഈ പ്രപഞ്ചം കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് ആണ്. ഈ പ്രപഞ്ചവും അതിലുള്ളവയുമെല്ലാം കടന്നു പോകുമെന്ന തിരുവചനം പറയുന്നത്. ആകാശശക്തികൾ കിളക്കം തട്ടുകയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഇല്ലെന്നാവുകയും അങ്ങനെ പ്രപഞ്ച ശക്തികളെല്ലാം മാറ്റപ്പെടും. എങ്കിലും എന്നും നിലനിൽക്കുന്നത് കർത്താവിന്റെ വചനം മാത്രമാണ്. കർത്താവിന്റെ വചനം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശോ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹായിലൂടെ നൽകപ്പെടുന്ന ദൈവിക പദ്ധതിയാണ്. ആ ദൈവിക പദ്ധതിക്ക് ഒരു മാറ്റവുമില്ലാതെ നിറവേറ്റപ്പെടും എന്ന കാര്യമാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച കർത്താവിന്റെ വചസ്സുകൾ ഈശോ മിശിഹായിൽ പൂർത്തിയായതുപോലെ ഈശോ മിശിഹായുടെ പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഹലോക ജീവിതത്തിന് ഒരു സമാപനം ഉണ്ടാകുമെന്നതും അതിനുശേഷം ദൈവത്തോടുകൂടി നിത്യവും ആയിരിക്കുകയും ചെയ്യുമെന്നുള്ളത്. ദൈവത്തോടുകൂടി നിത്യവും ആയിരിക്കും എന്നുള്ള കാര്യം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കടന്നു പോകേണ്ടവരാണെന്നും കടന്നു ചെല്ലേണ്ട ഇടത്ത് ജീവിക്കുവാൻ യോഗ്യമായ വിധത്തിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം നയിക്കണമെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവവചനത്തിന് അനുസൃതമായി ജീവിച്ച് സ്വർഗോന്മുഖമായി ജീവിച്ച് വിശുദ്ധിയിൽ വളർന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.